ഗ്രീൻഫീൽഡിന് സമീപം അതിവിശാലമായിട്ടുള്ള ഒരു വീട് കണ്ടോ. പാർക്കിംഗ് സ്പേസ് അതിവിശാലമായിട്ടുള്ള 3-4 കാറിന് പാർക്ക് ചെയ്യാൻ കഴിയുന്ന അതിവിശാലമായിട്ടുള്ള പാർക്കിങ്ങോട് കൂടിയിട്ടുള്ള അടിപൊളി ഒരു വീട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. ഞാൻ പ്രൊഫസർ ഞറമുട്, ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് കാര്യവട്ടം ഗ്രീൻഫീൽഡിന്റെ ബാക്ക് ഗേറ്റിന് സമീപമായിട്ടാണ്. ഗ്രീൻഫീൽഡിൽ നിന്നും വെറും 150 മീറ്റർ മാറി നല്ലൊരു വീട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ 6.5 സെന്റിൽ 2150 സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഈ ഒരു വീടിന്റെ നിർമ്മിതി വന്നിരിക്കുന്നത്. 4 BHK ഹൗസ് ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അതിവിശാലമായിട്ടുള്ള നല്ലൊരു ഫ്രണ്ടേജ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു പാർക്കിംഗ് സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു വീടിന് വരുന്നുണ്ട്. നിങ്ങളുടെ 3-4 കാറിന് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ഏരിയ തന്നെ നമുക്ക് ഈ ഒരു വീടിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെയിൻ റോഡിൽ നിന്നും വെറും 150 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ഈ ഒരു വീട്ടിലേക്ക്. ഗ്രീൻഫീൽഡിന്റെ അടുത്തായിട്ടൊക്കെ തൊട്ടടുത്തൊക്കെ എല്ലാം വീട് നോക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് നമ്മുടെ ഈ ഒരു വീടെന്ന് പറയുന്നത് എന്തുകൊണ്ടും വളരെ അനുയോജ്യമാണ്. അത്രയ്ക്കും നല്ല ഒരു ഏരിയയിലും കൂടിയാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കൊരു റൗണ്ട് ഗേറ്റ്, സ്ലൈഡിങ് ഗേറ്റാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കെല്ലാം നല്ല വിശാലമായിട്ടുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നു. ഇവിടെയായിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിൽ നമുക്ക് കിണർ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വശത്തായിട്ട് നല്ലൊരു ഏരിയ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു ബാക്ക് സൈഡ് കാര്യത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീടിന് അത്യാവശ്യം നല്ല ഒരു ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ എല്ലാം ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വീടിന്റെ നിർമ്മിതി വന്നിരിക്കുന്നത് പൂർണ്ണമായും ചുടുകല്ലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു വീടിന് ലഭിക്കുന്നു. നമ്മുടെ ഈ ഒരു വീടിന്റെ ദർശനം എന്ന് പറയുന്നത് കിഴക്ക് ദർശനമാണ്. അതുപോലെ തന്നെ പൂർണ്ണമായും വാസ്തുപ്രകാരം മാത്രമാണ് നമ്മുടെ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നും ഗ്രീൻഫീൽഡ് തൊട്ട് അടുത്തായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടെക്നോ പാർക്ക് ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ UST ഗ്ലോബൽ 2 കിലോമീറ്റർ, അതുപോലെ തന്നെ കഴക്കൂട്ടം ബൈപ്പാസ് 1 കിലോമീറ്റർ, അതുപോലെ തന്നെ ട്രിവാൻഡ്രം സിറ്റിയിലേക്കായാലും, അതുപോലെ തന്നെ നമുക്ക് ശ്രീകാര്യം, അതുപോലെ തന്നെ നമുക്ക് ബൈപ്പാസ് എല്ലാ സ്ഥലത്തേക്കും പോകാൻ വളരെയധികം അക്സസിബിലിറ്റി ഉള്ള ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഒതുങ്ങിയിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തൂടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ക്വാളിറ്റി ടൈൽസ് ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ട് ഡോറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു സിമ്പിൾ ഡിസൈൻ ആണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്നത് തേക്കിന്റെ wood-ലാണ്. നമുക്ക് വീടിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം.
ബെഡ്റൂമിൻ്റെ ഹാളിലേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ള നല്ല ഒരു സ്പേസ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് നമുക്കൊരു TV യൂണിറ്റ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് TV യൂണിറ്റിൽ നിന്ന് നല്ല സ്പേസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് TV യൂണിറ്റിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്കായിട്ട് നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 2 ബെഡ്റൂം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുമായിട്ട് ടോട്ടലി 2 ബെഡ്റൂം ഉണ്ട്. മുകൾ ഭാഗത്തും നമുക്ക് 2 ബെഡ്റൂം വരുന്നുണ്ട്. നമുക്ക് ഒരു ഹാളിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വാഷ് ബേസ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നു. അതുപോലെ ഇവിടെ നമുക്ക് ഒരു ടച്ച് മിറർ ഗ്ലാസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് ഹാളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 6x4ൻ്റെ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ നമുക്ക് 12x10 വലിയൊരു ബെഡ്റൂമാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ 2x4ൻ്റെ വെർട്ടിഫൈഡ് ക്വാളിറ്റി ടൈൽസാണ് നമുക്കിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഡോറെല്ലാം നമുക്ക് ഫുള്ളും തടിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിവിശാലമായിട്ടുള്ള നല്ലൊരു സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്കിവിടെ വരുന്നുണ്ട്. നമുക്കിവിടെ ലോക്കർ സൗകര്യമായാലും അതുപോലെ തന്നെ നമുക്ക് ഷെൽഫ് സൗകര്യമായാലും അതുപോലെ തന്നെ നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ആയാലും ഡ്രസ്സിങ് ഏരിയ ആയാലും എല്ലാം നമുക്ക് അതിവിശാലമായിട്ടുള്ള സ്പേസിലാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് റൂമിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ വരുന്നു. നമുക്ക് ഈ ഒരു റൂമിനോട് ചേർന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ബാത്റൂമിൽ നിന്നിറങ്ങുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിങ് ഏരിയ നമുക്ക് ഇവിടെയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ജാഗോറിൻ്റെ പ്രീമിയം മെറ്റീരിയൽസ് ആണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. താഴ്ഭാഗത്തെ ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് 12x13 വലിയൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് തടിയിൽ തീർത്തിട്ടുള്ളൊരു അലമാര നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതിവിശാലമായിട്ടുള്ള നല്ല സ്പേസ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി നമുക്ക് അലമാരയുടെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ഫ്ലോർ എന്ന് പറയുന്നത് 2x4ൻ്റെ ക്വാളിറ്റി വെർട്ടിഫൈഡ് ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ലൈറ്റ് ഫുള്ള് വൈറ്റ് കളറാണ് നമുക്ക് ഈ ഒരു റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ക്വാളിറ്റി മെറ്റീരിയൽസ് ജാഗോർ മെറ്റീരിയൽസ് ഒക്കെയാണ് ഫുള്ള് നമുക്ക് ബാത്റൂം ഫിറ്റിങ്സിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്.
നമുക്ക് ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള ഒരു ഓപ്പൺ കിച്ചൺ ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാം നല്ല പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ വയ്ക്കാൻ കഴിയുന്ന നല്ലൊരു സ്റ്റോറേജിങ് സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഫേവറിൻ്റെ ഇലക്ട്രിക് ചിമ്മിനി ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. മോൾ ഭാഗത്തൊക്കെ എല്ലാം നമുക്ക് നല്ല സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു ലൈറ്റ് വളരെ ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു കിച്ചൺ സെല്ലിലേക്ക് വരുമ്പോഴുള്ള എൻട്രിയിലെ ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടാണ് നമുക്കിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു വാഷ് സ്പേസ്, അതുപോലെ തന്നെ ഒരു പൈപ്പ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. ഇവിടെയും നമുക്ക് നല്ലൊരു സ്റ്റോറേജിങ് ഏരിയ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു കിച്ചൺ സൈഡിൽ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഏരിയ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ലഭിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു നല്ലൊരു സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലൊരു വ്യൂ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇവിടെ വർക്ക് ഏരിയ ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. ഇവിടെ ആയിട്ട് നമുക്കൊരു പൈപ്പ് കണക്ഷൻ, അതുപോലെ തന്നെ ആ ഭാഗത്തായിട്ട് നമുക്കൊരു വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നു. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഏരിയ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് 2x4 വെർട്ടിഫൈഡ് ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുകൾ ഭാഗത്ത് പ്രധാനമായിട്ട് 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്, ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നല്ലൊരു ഗ്ലാസ് വിൻഡോ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിലുള്ള സൂര്യപ്രകാശവും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തേക്ക് ലഭിക്കുന്നതിന് ഈ ഒരു ഗ്ലാസ് വിൻഡോ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാൽക്കണി സ്പേസിൽ നിന്ന് ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ചെറിയൊരു ബാൽക്കണി സ്പേസ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഈ ഒരു മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു ബാൽക്കണി സ്പേസ് കൂടി നമുക്ക് ഇവിടെ ലഭിക്കുന്നു. ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണിത്. ഇവിടെ നമുക്ക് 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒതുങ്ങിയിട്ടുള്ള നല്ലൊരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ വരുന്നത്. വൈറ്റ് കളർ പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫുള്ള് വുഡിൽ തരത്തിലുള്ള അലമാരയാണ് നമുക്ക് ഈ ഒരു റൂമിന് വരുന്നത്. നമുക്ക് 3 ഡോർ അലമാരയാണ് വരുന്നത്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തൊക്കെ എല്ലാം നല്ല സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ബാത്റൂമിൻ്റെ സൈസ് വളരെ വിശാലമായിട്ടുള്ള സ്പേസ് തന്നെ നമുക്ക് ഈ ഒരു ബാത്റൂമിന് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ എല്ലാം നമുക്ക് ജാഗോറിൻ്റെ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് നമുക്ക് ബാത്റൂം ഫിറ്റിങ്സിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വരുമ്പോഴുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെയും നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം ലഭിക്കുന്നുണ്ട്. ഇവിടെയും നമുക്ക് 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റൂമിലും നമുക്ക് അതിവിശാലമായിട്ടുള്ള നല്ലൊരു അലമാര നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഡ്രസ്സിങ് ഏരിയ കൂടി നമുക്ക് ഇവിടെ വരുന്നു. അതുപോലെ തന്നെ നമുക്ക് 3 ഡോർ അലമാരയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ എല്ലാം സീലിങ്ങിൽ ചെറിയ ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് മനോഹരമായിട്ട് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരു സിമ്പിൾ ഡിസൈനാണ് നമുക്ക് ഈ ഒരു റൂമിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ലഭിക്കുന്നുണ്ട്.
ഇവിടെ എല്ലാം ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ള നല്ലൊരു ബാൽക്കണി സ്പേസ് തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. അതിവിശാലം എന്ന് പറഞ്ഞാൽ അതിവിശാലമായിട്ടുള്ള നമുക്ക് നല്ലൊരു ബാൽക്കണി സ്പേസ് ആണ് നമുക്ക് ഒരു മുകൾ ഭാഗത്ത് ലഭിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ കാര്യങ്ങളൊക്കെ എല്ലാം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ടീ ടൈമായിട്ട് ഈ ഒരു ഭാഗം നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയ പാർട്ടികളോ അതുപോലെ ഫംഗ്ഷനോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഏരിയ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയൊരു സ്പേസ് കൂടി നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാൻ കഴിയുന്ന നല്ലൊരു സ്പേസാണ് നമുക്കിവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ പൈപ്പ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ തുണി കാര്യങ്ങളൊക്കെ എല്ലാം വിരിക്കാൻ കഴിയുന്ന അത്യാവശ്യം നല്ല സ്പേസ് കൂടി നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ മുകൾ ഭാഗത്തേക്ക് കയറുന്ന സ്റ്റെയർ കേസ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നത്. എന്തായാലും ഗ്രീൻഫീൽഡിന് സമീപമായിട്ടുള്ള നമ്മുടെ ഈ ഒരു വീട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ ഒരു വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും വേഗം തന്നെ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെടുക. കൂടാതെ നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെടുക.